ശ്രീ അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM നേതാവ്. ശ്രീ അരുൺ, ഇന്നിപ്പോൾ സുധാകരനും സതീശനും ഈ സംഭവം വിവാദമായതിനു ശേഷം ഒരു വിശദീകരണം നടത്തി. അത് ഞങ്ങൾ ജ്യേഷ്ഠ സഹോദരങ്ങളാണ്, ജ്യേഷ്ഠൻ അനുജനോട് പറഞ്ഞതുപോലെ കരുതിയാൽ മതി. സതീശനും അതിനെ ന്യായീകരിക്കുകയാണ്. തന്നെ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യവും സുധാകരനുണ്ട്, അങ്ങനെ കണ്ടാൽ മതി. അതിൽ തീരുന്നതാണോ ഇന്ന് നടന്ന സംഭവങ്ങൾ? ഒരിക്കലുമല്ല. കേരളത്തിലെ ജനത മുഴുവൻ അത് കേട്ടതാണ്. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജാഥ നയിക്കുമ്പോൾ രണ്ട് ക്യാപ്റ്റന്മാർ ഒരുമിച്ച് ജാഥ നടത്തുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ടെല്ലാം രണ്ട് ജാഥ, കാസർഗോഡ് നിന്നൊരു ജാഥ ആരംഭിക്കും, തിരുവനന്തപുരത്ത് നിന്നൊരു ജാഥ ആരംഭിക്കും, ഒരു പാർട്ടിയുടെ രണ്ട് ജാഥ ആരംഭിക്കുകയും ഓരോ ക്യാപ്റ്റന്മാരെയൊക്കെ കാണാറുണ്ട്. പക്ഷെ ഒരേ ജാഥയിൽ തന്നെ രണ്ടുപേർ ഒരുമിച്ച് നയിക്കുന്നത് തന്നെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോ ഈ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് നാം വളരെ ലൈവായി കാണുകയാണ്. അവസാനം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ട് നടത്തിയ ആ പ്രകസനം നമ്മൾ കണ്ടു. അതിനും ശ്രീ VD സതീശൻ ഇതേ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ആണ് നൽകിയത്. തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും ശ്രീ VD സതീശൻ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ആ മൈക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ചത് എന്ന് പറഞ്ഞ എക്സ്പ്ലനേഷനൊക്കെ എത്ര ബാലിശമായിരുന്നു എന്ന് കേരളത്തിലെ ജനത നോക്കി കാണുകയും നിരവധി ദിവസം അത് ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് ഇന്നുണ്ടായിട്ടുള്ള സംഭവം. പച്ചത്തെറി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാവരുടെയും മുഖഭാവവും മറ്റു കാര്യങ്ങളും കണ്ടതാണ്. മൈക്ക് ഓണാണ്, അതുകൊണ്ട് മാധ്യമങ്ങൾ കാണും, മിണ്ടാതിരിക്കാൻ ഷാലിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ഏറ്റവും ആദ്യം ശ്രീ VD സതീശന്റെ ഭാഗത്തു നിന്ന് വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമൊക്കെ ഉണ്ടായി. പക്ഷേ ഇത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ അതിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ആണ് അത്. ശരിക്കും സഹോദരങ്ങൾ പറയുന്ന ഭാഷയാണോ അത്, അല്ലെങ്കിൽ സഹപ്രവർത്തകർ പറയുന്ന ഭാഷയാണോ അത്? അപ്പോ തന്റെ മനസ്സിലുള്ളത് കൃത്യമായി തന്നെ പുറത്തു വരുന്നതാണ് അവിടെ കണ്ടത്. അല്ല, മാധ്യമങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞു, മാധ്യമങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. മാധ്യമങ്ങൾക്കായാണ് താൻ അങ്ങനെ ഒന്ന് ചൂടായത് എന്നാണ് പറയുന്നത്. ചില സഹോദരങ്ങളും ചില സുഹൃത്തുക്കളും പരസ്പരം പറയുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ചില അവസരങ്ങളിൽ. അല്ല, അതൊക്കെ ബാലിശമായിട്ടുള്ള ഒരു ഡിഫൻസ് ആണ്. അപ്പൊ മാധ്യമങ്ങൾക്ക് ഇവിടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒബ്ജക്ഷനും ഒരു മാധ്യമങ്ങളും നിരത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. 10 മണിക്കാണ് പത്രസമ്മേളനം വിളിച്ചത്, വൈകുന്നു. അത് മാധ്യമ പ്രവർത്തകരെല്ലാം വളരെ അച്ചടക്കത്തോടെ തന്നെ അവിടെ അണിനിരക്കുകയാണ് ഉണ്ടായത്. ശ്രീ സുധാകരൻ തന്നെയാണ് എവിടെയാണ് വിളിക്കാത്തതെന്ത് വരാത്തതെന്തെന്ന് ചോദിച്ചുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുന്നതും അത് കൃത്യമായി തന്നെ ചാനലുകളിലൂടെ ലൈവായി തന്നെ പോവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി, കോൺഗ്രസ് അണികളിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായി, പലർക്കും നിരാശയുണ്ടായി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ അടുക്കിൽ നിൽക്കുന്നു. ഇപ്പോ ഈ പറയുന്ന ജാഥ തന്നെ സമരാഗ്നി എന്നൊക്കെ പറഞ്ഞ് ഇത് ശരിക്കും ഒരു പദയാത്രയല്ല, ഒരു വാഹന ജാഥയാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. ഒരു ജില്ലയിൽ 1-2 കേന്ദ്രങ്ങളിൽ വരുന്നു. എറണാകുളം മറൈൻ ഡ്രൈവിൽ തന്നെ ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങളുമെല്ലാം വന്നതാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിൽ UDFന്റെ ചർച്ച പോലും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലീഗ് തന്നെ അവർക്ക് കൂടുതൽ സീറ്റ് ചോദിച്ചുകൊണ്ടുള്ള ഡിമാൻഡുകൾ നിലനിൽക്കുകയാണ്. അപ്പോ സിറ്റിംഗ് MPമാരിൽ പകുതി ആളുകളും മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. അപ്പോ സീറ്റ് UDFന്റെ ചർച്ച പോലും പൂർത്തീകരിക്കാതെ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ആലപ്പുഴയിലുമെല്ലാം അവർക്കറിയാം അവർക്ക് നഷ്ടപ്പെട്ട ഒരു സീറ്റാണ് ആലപ്പുഴ. അപ്പൊ അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളുടെ വടംവലിയെല്ലാം ആരംഭിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എത്ര ന്യായീകരിച്ചാലും കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവ താഴെ ഘടകങ്ങളിലേക്കും എത്തിച്ചേരും. UDFും കോൺഗ്രസും ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള, മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള കടുത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയ സമയത്ത് കുറെ നുണപ്രചരണങ്ങൾ നടത്തി ഇടതുപക്ഷത്തെ നിരന്തരമായി ആക്രമിക്കുക, ഇത്തരത്തിലുള്ള വാക്കുകൾ, പല തെറ്റായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ പത്രസമ്മേളനങ്ങളിലും ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഉപയോഗിക്കാത്ത വാക്കുകൾ മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ ഭരണകക്ഷി നേതാക്കന്മാർക്കെതിരെയൊക്കെ ഉപയോഗിച്ച് ശ്രീ സുധാകരൻ അടക്കം മുന്നോട്ട് പോകുന്നത് നാം കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേശീയ നേതൃത്വം അടക്കം ഇതിൽ ഇടപെട്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി ശ്രീ KS അരുൺകുമാർ.